സംസാരിക്കില്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയ മതാധ്യാപകരെ, ഓംകാറ്റിൻ്റെ സ്റ്റാൻഡേർഡ് 10ൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുക. യുവജനങ്ങളും പ്രവാചക നേതൃത്വവും എന്ന വിഷയമാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ 2 പാഠങ്ങൾ നന്നായി അതിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻസും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുകയാണ്. അതിനു മുൻപായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ പാഠത്തിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അധ്യാപിക. അതുകൊണ്ട് ഈ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പാഠത്തിലും മുന്നോട്ട് പോകാം. നേതൃത്വത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. ടെലിമാക്കൂസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അധികം പേരൊന്നും കേൾക്കാനിടയില്ല. 3ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവ സന്യാസിയായിരുന്നു ടെലിമാക്കൂസ്. യുവത്വത്തിന്റെ ആ പ്രായത്തിൽ ഒത്തിരിയേറെ അദ്ദേഹം സഞ്ചരിച്ചു. അറിവിന്റെ പുതിയ ഉറവിടങ്ങളൊക്കെ തേടി അദ്ദേഹം ഒത്തിരി സഞ്ചരിച്ചു. ആ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായം 3ാം വാക്യം, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി ഒളിഞ്ഞു കിടക്കുന്നത് ഈശോയിലാണ്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് ക്രിസ്തുമതം സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവ സന്യാസിയായി തീരുവാനുമുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കൽ ടെലിമാക്കൂസിന് ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്. ക്രൈസ്തവ സന്യാസിയായതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പ്രചോദനം വരികയാണ്. ഇത്തവണ അറിവ് തേടിയുള്ള യാത്രക്കായിട്ടല്ല, മറിച്ച് അറിവിന്റെ ഉറവിടമായ ഈശോയെ തേടിയുള്ള ഈ അറിവിന്റെ ഉറവിടമായ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള യാത്ര ആരംഭിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രചോദനം. അദ്ദേഹത്തിന് പെട്ടെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന വേളയിൽ ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. എന്താണെന്നോ, നീ റോമ നഗരിയിലേക്ക് യാത്ര ചെയ്യുക. റോമ നഗരിയെ കുറിച്ച് ഒരു വ്യക്തതയിൽ അവിടെ ഒരു കൂട്ടുകാരുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ദൈവസ്വരം എന്ന് പറയുന്നത് നീ റോമ നഗരിയിലേക്ക് യാത്ര ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ വിളി. ദൈവത്തിന്റെ സ്വരം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം റോമ നഗരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. റോമ നഗരിയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഉത്സവലഹരിയിലായ ഒരു നഗരമാണ്. ഉത്സവലഹരിയാണ്. കാരണം അന്ന് ഗോത്വംശജരുമായിട്ടുള്ള യുദ്ധത്തിൽ റോമ സൈന്യം ജയിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ചക്രവർത്തി വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊളോസിയത്തിലാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കൊളോസിയത്തെ കുറിച്ച്. ആദിമ ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അവരെ നിഷ്ഠൂരമായിട്ട് വധിച്ചിരുന്ന ഒരു സ്ഥലമാണ് കൊളോസിയം. ഈ കൊളോസിയത്തിന്റെ ഗ്യാലറിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പോർക്കളത്തിൽ കാണികളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ പോർക്കളത്തിൽ 2 പേര് തമ്മിൽ 2 പോരാളികൾ ദ്വന്ദ്വയുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്നു. അദ്ദേഹം ഇത് കണ്ട ഉടനെ തന്നെ ഇവിടെ പോരാളികളുടെ വീര്യമെന്ന് പറയുന്നത് ആരെങ്കിലും ഒരാള് മരിക്കണം, അപ്പോഴാണ് ഈ ഒരു മത്സരം അവസാനിക്കുക. മത്സരം ആരംഭിച്ചു. പോരാളികൾ വാൾ ഉറയിൽ നിന്നെടുത്ത് യുദ്ധം ആരംഭിക്കുക. അവിടെ ഇത് കണ്ടു നിന്ന ടെലിമാക്കൂസ് ഉടനെ വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളിത് അവസാനിപ്പിക്കുക. ഇത് കേട്ടപ്പോ തന്നെ കാണികൾ, നിങ്ങൾക്കറിയാം അല്ലെ, ഭ്രാന്തൻ എന്ന് വിളിച്ച് കൂകി വിളിക്കുക ടെലിമാക്കോസിന്. ഇതൊന്നും കണ്ട് ടെലിമാക്കോസ് ഉടനെ തന്നെ ചാടി, മതിലിൽ നിന്നുള്ള ചാടി പോർക്കളത്തിലേക്ക് ചാടി ഇറങ്ങിയാണ്. എന്നിട്ട് ഈ പോരാളിയുടെ ഇടയിൽ ചെന്നിട്ട് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഞാൻ അപേക്ഷിക്കുന്നു, ഇത് അവസാനിപ്പിക്കുക. ഇത് കണ്ട കാണികൾക്ക് കൂക്കി വിളിച്ചുകൊണ്ട് ഭ്രാന്തൻ എന്ന് പറഞ്ഞത് കല്ലെറിയാൻ തുടങ്ങി. കല്ലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയത്ത് തന്നെ ഈ സമയം തന്നെ ഒരു പോരാളി അദ്ദേഹത്തെ വാളുകൊണ്ട് വധിക്കുക. ടെലിമാക്കോസ് പിടഞ്ഞു മരിക്കുക. പെട്ടെന്ന് ഗ്യാലറിയൊക്കെ നിശബ്ദമായി.
അന്തരീക്ഷത്തിൽ ഒരു വലിയ ശബ്ദം ഇങ്ങനെ ആഞ്ഞടിക്കുന്ന പോലെ ടെലിമാക്കോസിന്റെ ശബ്ദം പ്രതിധ്വനിക്കുക. ക്രിസ്തുവിനെ പ്രതി ഇത് അവസാനിപ്പിക്കുക. ഞാൻ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിനെ പ്രതി ഇത് അവസാനിപ്പിക്കുക. കാണികൾ നിശബ്ദരായി ഓരോരുത്തരായി ദുഃഖാർത്തരായിട്ട് സ്ഥലം വിടുക. ചക്രവർത്തി ഹോണോറിസും പരിവാരങ്ങളും സ്ഥലം വിട്ടു. പോരാളികൾ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. താമസിയാതെ ഒരു കൽപ്പന ചക്രവർത്തിയുടേത്: ഇനി മുതൽ കൊളോസിയത്തിൽ മനുഷ്യക്കുരുതിയില്ല. ഇവിടെ ഇനി ദ്വന്ദ്വയുദ്ധങ്ങളില്ല. നോക്കുക, ടെലിമാക്കോസിന്റെ പ്രവാചക നേതൃത്വത്തെക്കുറിച്ച്. ദൈവത്തിന്റെ പദ്ധതികളനുസരിച്ച് യാത്രയായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ എവിടെ നിന്നും? ഏഷ്യ മൈനറിൽ നിന്നും റോമാ നഗരിയിലേക്ക് സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിയോഗം കൊളോസിയത്തിലെ മനുഷ്യക്കുരുതികൾക്ക് അറുതി വരുത്തുക എന്നത്. ഈ പ്രവാചക നേതൃത്വത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒത്തിരി നേതാക്കളെയും നേതൃത്വ ശൈലികളെയൊക്കെ കണ്ട് വളരുന്ന ഒരു കാലഘട്ടമായത്. ഇന്നിപ്പോ ഈ COVID-19 കാലത്ത് ഭരണാധിപന്മാരുടെ നേതൃത്വ ശൈലികൾ, കൃത്യമായ ഒരു വാക്കുപോലും വലിയ തീരുമാനങ്ങളുമെല്ലാം ഒരു രാഷ്ട്രത്തെ മുഴുവനായി സ്വാധീനിക്കുന്ന ഒരു സമയത്ത് ആണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ നേതൃത്വ ശൈലി പ്രകടമാകുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഈ നേതൃത്വ ഗുണമെന്നുള്ളത് എല്ലാ മനുഷ്യരിലുമുണ്ട്. അത് നിങ്ങളിലുമുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ രൂപപ്പെടേണ്ട പ്രവാചക നേതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. വ്യക്തിജീവിതത്തിൽ നേതൃത്വത്തിന്റെ ചലനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ നയിക്കുന്ന ഈ ജീവിതത്തിൽ നാളെ നിങ്ങൾ നയിക്കാൻ പോകുന്ന ജീവിതാന്തസ്, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കുടുംബജീവിതമാകാം, വൈദിക ജീവിതാന്തസ്സാകാം, സന്യാസ ജീവിതമാകാം. അവിടെയും നേതൃത്വത്തിന്റെ ചലനങ്ങളുണ്ട്. ഇതുമൂലം നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന സാമൂഹിക ജീവിതത്തിലും ഈ നേതൃത്വത്തിന്റെ ചലനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വം എന്നത് മനുഷ്യ ജീവിതത്തിലെ നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഞാനിവിടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളോട്. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് പോലും ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ട്. ഒരു നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം ഈ വീഡിയോ നൽകുന്നുണ്ട്. सर, आपके लिए उस पार कार का इंतजाम किया है। सर आइए सर। चल चल। I hate this country.
നമുക്ക് ഈ പാഠത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നേതൃത്വം ഒരു യാഥാർത്ഥ്യം എന്നതാണ്. നമുക്കറിയാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം വ്യത്യസ്തതയുടെ വാസനകൾക്ക് അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുക. എന്നാൽ അതിലും അപ്പുറമായിട്ട് മനുഷ്യന് വിചാരശേഷി, അതുപോലെ ഇച്ഛാശക്തി, വിൽ പവർ, മനക്കരുത്ത് ഇതും ഉണ്ട്. ഇത് പ്രത്യേകമായി അവന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന്റെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചത് മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 തിരുവചനങ്ങൾ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? നമുക്കറിയാം, ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ അത് മൃഗങ്ങളെക്കാൾ പരിതാപകരമാണെന്ന് അടുത്ത നാളുകളിലുള്ള പല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. ആത്മാവ് നഷ്ടപ്പെടുന്ന അവസ്ഥ മൃഗങ്ങളെക്കാൾ തരം താണൊരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നതായിട്ട് നമ്മൾ എത്രയോ വാർത്തകളും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു കുടുംബം വളരെ ഭദ്രതയോടെ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ അപ്പനും അമ്മയും ഉത്തരവാദിത്വത്തോടെ, മനപ്പൊരുത്തത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് നയിക്കുമ്പോഴാണ്. ഒരു രാഷ്ട്രം എങ്ങനെയാണ് പുരോഗതിയിലെത്തുക? അത് ദർശനവും ദിശാബോധവുമുള്ള നേതാക്കൾ രാജ്യം ഭരിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ പ്രാധാന്യം എന്താണ്, നേതൃത്വം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇനി നേതൃത്വവും വികലവും അവികലവുമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ ഞാൻ 2 വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. 2 മഹാന്മാരാണ്. രണ്ടുപേരും ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി, രണ്ടാമത്തെ ആൾ അഡോൾഫ് ഹിറ്റ്ലർ. അറിയപ്പെടുന്ന ലോക നേതാക്കളാണ് 2 പേർ. ഒരാൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി അഹിംസയുടെ മാർഗത്തിലൂടെ രാഷ്ട്രത്തെ നയിച്ചു. മറ്റേയാളാകട്ടെ, ഹിറ്റ്ലറിനെ നമുക്കറിയാം, നാസി തടങ്കൽ പാളയത്തിൽ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കി അധികാരം ദുർവിനിയോഗം ചെയ്ത മനുഷ്യനാണ്. നമുക്കറിയാം, ഈ 2 വ്യക്തിത്വങ്ങളിൽ നിന്ന് നമുക്ക് നേതൃത്വത്തിന്റെ അവികലവും വികലവുമായ കാഴ്ചപ്പാടുകൾ എന്തെന്ന് മനസ്സിലാക്കാം. ലോകം കണ്ടിട്ടുള്ള എല്ലാ മഹാത്മാരെയും മഹത് നേതൃത്വങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. അവരുടെ ഉള്ളിൽ അവരുടെ ലക്ഷ്യം നന്മ നിറഞ്ഞതായിരിക്കും, അവരുടെ മാർഗം നന്മ നിറഞ്ഞതായിരിക്കും. എന്താണ് നേതൃത്വം? ആരാണ് നേതാവ്? നമ്മൾ മുന്നിൽ കണ്ട 2 ഉദാഹരണങ്ങൾ, മഹാത്മാഗാന്ധിയും അഡോൾഫ് ഹിറ്റ്ലർ, ഏകാധിപത്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വ്യത്യസ്ത നേതൃത്വ ശൈലികൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. 4 ശൈലികൾ നമ്മളൊന്ന് പഠിക്കുകയാണ്. ഞാൻ മാത്രം എല്ലാം ചെയ്യാൻ കഴിയുന്നയാൾ, മറ്റുള്ളവർക്ക് പ്രാപ്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാനായിരിക്കും എപ്പോഴും നേതാവ്. സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റിയോ ജനങ്ങളെ നയിക്കുന്ന ഒരു ശൈലി, അതും ഒരു നേതൃത്വ ശൈലിയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ഫലപ്രദമായി തീരുമാനങ്ങളിലേക്ക് സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു നേതൃത്വ ശൈലി. 4-മത്തത് കാര്യകാരണ സഹിതം വസ്തുതകൾ തന്റെ അണികളെ മനസ്സിലാക്കിക്കൊണ്ട് സഹകരണം ഉറപ്പാക്കി നയിക്കുന്ന ഒരു നേതൃത്വ ശൈലി. ഈ 4 ശൈലിയിലും എല്ലാം അനുകരിക്കാവുന്നതൊന്നുമല്ല, എങ്കിലും ഇതിലെ നന്മകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് നേതൃത്വം? നേതൃത്വം എന്നത് ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സമൂഹത്തെ, അതിലെ വ്യക്തികളുടെ ക്രിയാത്മക ശേഷികൾ സമാഹരിച്ച് അവരുടെ തന്നെ സഹകരണത്തോടും ഒത്താശയോടും കൂടെ ഒരാളോ വിവിധ വ്യക്തികൾ ഒന്നിച്ചോ നിയതവും നന്മ നിറഞ്ഞതുമായ ഒരു ലക്ഷ്യത്തിലേക്ക് നിശ്ചിതവും ക്രിയാത്മകവുമായ മാർഗത്തിലൂടെ നയിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിലുള്ള നേതൃത്വം. നമ്മൾ നേതൃത്വത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി. ഈ സുന്ദരമായ നേതൃത്വത്തിന് ചില ഘടകങ്ങളുണ്ട്. ഒരു നേതൃത്വം നല്ലതാകണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ ഉണ്ടാകണം. 7 ഘടകങ്ങളാണ് അതിലുള്ളത്. 1, സത്യം, ധർമ്മം, നീതി ഇവയിൽ അധിഷ്ഠിതമായ ഒരു ദർശനം ഉണ്ടാവണം. നിയതമായ നന്മ നിറഞ്ഞ ഒരു ലക്ഷ്യം ഉണ്ടാവണം. അണികളുടെ ക്രിയാത്മക ശേഷികൾ സമാഹരിക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടാവണം.
ലക്ഷ്യവും മാർഗവും സംബന്ധിച്ച വ്യക്തമായ ധാരണ നേതാവിന് വേണം. നന്മ നിറഞ്ഞ മാർഗം അവലംബിക്കണം. അവസാനത്തെ ഘടകമെന്നത് തനിക്ക് ശേഷവും നേതാക്കൾ ഉണ്ടാകാൻ അവസരങ്ങൾ ഒരുക്കണം. എ ഗ്രേറ്റ് ലീഡർ ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ് എന്ന് പറയുന്നു. തനിക്ക് ശേഷം നേതാക്കൾ ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് നേതാക്കളെ വാർത്തെടുക്കുന്നയാളാണ് യഥാർത്ഥ നേതാവ്. ഇനി നല്ല നേതൃത്വത്തിന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? കെപ്പൽ, ഐസൻഹോവർ, ടാസിറ്റൂസ്, ട്രൂമാൻ, ജോൺ മാക്സ്വെൽ, ഇങ്ങനെ ഒത്തിരിയേറെ മഹാന്മാരായ ചിന്തകരുടെ വാക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ചില ഗുണവിശേഷങ്ങൾ: ദർശനശേഷിയുള്ള, ലക്ഷ്യബോധമുള്ള, ശ്രവിക്കുന്ന, സംവദിക്കുന്നയാളാവണം നേതാവ്. അധികാരം ശുശ്രൂഷയാണെന്ന് ബോധമുള്ള, യാഥാർത്ഥ്യബോധമുള്ള, കൃതജ്ഞതാബോധമുള്ളയാളാണ് നേതാവ്. എല്ലാവരെയും അറിയുന്ന, സഹാനുഭൂതിയുള്ള, മറ്റുള്ളവരെ കർമ്മനിരതരാക്കുന്നയാളാണ് നേതാവ്. മറ്റു നേതാക്കളെ വളർത്തുന്നയാളാണ് നേതാവ്. ബുദ്ധിയും സാഹചര്യങ്ങൾ നിർവചിക്കാൻ കഴിവുമുള്ള ആളാണ് നേതാവ്. ത്യാഗശീലമുള്ളയാളാണ് നേതാവ്. ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ആളാണ് നേതാവ്. അവസരങ്ങൾ പാർത്തിരിക്കുന്ന, നന്മയ്ക്കായി മാറ്റങ്ങൾ സ്വാഗതം ചെയ്യുന്നയാളാണ് നേതാവ്. ഇത്രയും കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു തിയറിയാണ്. നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക നിങ്ങളിൽ രൂപപ്പെടേണ്ട പ്രവാചക നേതൃത്വത്തെക്കുറിച്ച് പറയുവാനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാരിലും പ്രത്യേകമായി ഈശോയിലും കാണപ്പെട്ട ഒരു സവിശേഷമായ നേതൃത്വ ശൈലിയാണ് പ്രവാചക നേതൃത്വം. നമ്മൾ എലിമാക്കുസിന്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന പ്രവാചകൻ, ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിന്റെ നിയോഗങ്ങൾക്കായിട്ട് പുറപ്പെടുന്നയാളാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുഴുവൻ നേതാവാരാണ്? ദൈവമാണ്, അല്ലെ? ആ ദൈവത്തിന്റെ ശബ്ദമായി തീരുന്നയാളാണ് പ്രവാചകൻ. നമുക്കറിയാം, പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പാഠങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ജനങ്ങൾക്കോ നേതാക്കൾക്കോ തെറ്റുപറ്റുന്ന വേളയിലൊക്കെ ശരിയായ ദിശ കാണിക്കാൻ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ വചനവീതിയിൽ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് തുടർന്ന് ഇങ്ങോട്ട് അനേകം പ്രവാചകന്മാരെ കുറിച്ച്, യെശയ്യ, ജെറമിയ, ആമോസ്, അങ്ങനെ ഒത്തിരിയേറെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രവാചക നേതൃത്വം എന്നത് നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യരിൽ നിന്നുള്ളതല്ല, അത് ദൈവം വരമേൽപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെ വചനത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് തന്റെ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത നേതാവ് ആരാണ്? ആ നേതാവ് ആരാ? മോശ, അല്ലെ? എന്താ മോശ എന്ന പേരിന്റെ അർത്ഥം പറയാമോ? മോശ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, അല്ലെ? നിങ്ങൾക്കറിയാം. ഈ മോശയുടെ നേതൃത്വ ശൈലി, ആ മോശയുടെ, പ്രവാചകനായ മോശയുടെ നേതൃത്വം എന്താണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കുകയാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ. ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മോശയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വവും അതുപോലെ തന്നെ നേതൃത്വ ഗുണങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബൈബിളിൽ. ദൈവപരിപാലനയാൽ മോശ രക്ഷിക്കപ്പെട്ടതാണ് നമുക്കറിയാം. മോശ കൊട്ടാരത്തിലാണ് വളർന്നതെങ്കിലും ഫറവോയുടെ ഏകാധിപത്യ പ്രവണത മോശ വെറുത്തിരുന്നു. കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയേക്കാൾ പീഡിപ്പിക്കപ്പെട്ട ഹെബ്രായ സഹോദരങ്ങളുടെ രോദനമാണ് മോശയെ കൂടുതൽ സ്വാധീനിക്കുന്നത്. ഒരിക്കൽ
എബ്രായ സഹോദരനെ ദ്രോഹിച്ച ഒരുവനെ വധിക്കാനിടയായിട്ടുണ്ട്. ഈ സംഭവം ഉത്തമ നേതൃത്വത്തിന് താൻ ഇനിയും ആയിട്ടില്ല. ആ തിരിച്ചറിവിലേക്ക് മോശയെ നയിക്കുന്നു. തന്നിലും തനിക്ക് ചുറ്റും സംഭവിക്കുന്നവയെക്കുറിച്ചുള്ള സത്യം മരുഭൂമിയിലെ നിശബ്ദതയിലിരുന്ന് തിരിച്ചറിയുന്ന മോശയെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവിടെ ദൈവാശ്രയബോധത്തിൽ വ്യാപരിച്ച മോശയുടെ മുന്നിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നവനായി കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ദൈവം അവൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തലിലൂടെ മോശയുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം, അതിനെ തുടർന്ന് പ്രകടമാകുന്ന നേതൃത്വത്തിൻ്റെ വ്യത്യാസം അത് വളരെ സ്പഷ്ടമാണ്. കത്തിയിട്ടും ചാമ്പലാകാത്ത മുൾപ്പടർപ്പിൻ്റെ ദൃശ്യം മോശയെ നേതൃത്വത്തിൻ്റെ പല പാഠങ്ങളും പഠിപ്പിക്കുകയാണ്. ദൈവമാണ് യഥാർത്ഥത്തിലുള്ള നേതാവെന്നും താൻ അയക്കപ്പെടുന്നവനും അധികാരത്തിൽ പങ്കുപറ്റുന്നവനും മാത്രമാണെന്ന് മോശ തിരിച്ചറിയുന്നു. ജനത്തെ നയിക്കാൻ ദൈവാത്മാവിൻ്റെ അഗ്നി നിറച്ച് അവനെ യാത്രയാക്കുകയാണ് ദൈവം. നൽകപ്പെടുന്ന അധികാരം ജനത്തെ ചാമ്പലാക്കാനല്ല, നയിക്കാനും വിശുദ്ധീകരിക്കാനും സംരക്ഷിക്കാനും പരിപോഷിക്കാനും മോചിപ്പിക്കാനും ശുശ്രൂഷിക്കാനുമാണ് എന്ന് മോശ മനസ്സിലാക്കുന്നു. ജനം വേദനിക്കുമ്പോൾ അകലങ്ങളിൽ ഇരിക്കുന്നതല്ല നേതൃത്വം. കള്ളൻ എന്നൊരു കവിതയുണ്ട്. അതിലെ ചില വരികൾ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. വരികൾ ഇങ്ങനെയാണ്: കടലിൻ്റെ ക്ഷോഭവും കാറ്റിൻ കെടുതിയും കാറിൽ ഇരുന്നു ഞാൻ കണ്ടു, കോളറ കാർന്നു തിന്നുന്നൊരാ ഗ്രാമത്തിൻ മേലേ പറന്നു ഞാൻ പോകേ. വളരെ രസകരമായ നേതൃത്വത്തിൻ്റെ ഒരു വേറിട്ടൊരു ശൈലി ആ ഒരു വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ജനം വേദനിക്കുമ്പോൾ അകലങ്ങളിൽ ഇരിക്കുന്നതല്ല നേതൃത്വം, മറിച്ച് വെളിച്ചത്തിൻ്റെയും ശുദ്ധീകരിക്കലിൻ്റെയും നന്മയെ നശിപ്പിക്കാത്ത ശക്തിയുടേതുമായ അഗ്നിയായി ജനമധ്യേ പടരേണ്ടവനാണ് നേതാവെന്ന് മോശ തിരിച്ചറിയും. സ്വന്തം ബലഹീനത തിരിച്ചറിഞ്ഞ് അവ അതിജീവിക്കാൻ തന്നെ അയച്ചവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. മോശയ്ക്ക് സംസാരപാഠവുമില്ല എന്ന് മോശ തുറന്നു പറയുന്നുണ്ട് ദൈവത്തോട്. അപ്പോഴെല്ലാം ദൈവം അവനെ അഹ്റോനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ ദൗത്യത്തിന് കൂടുതൽ അവൻ്റെ വ്യക്തമായ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കും. കടലിൻ്റെ ഭീഷണി, മരുഭൂമിയിലെ ദുരന്താനുഭവങ്ങൾ, ശത്രുവിൻ്റെ വാൾ, വിശപ്പും ദാഹവും, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ ഇതെല്ലാം അതിജീവിക്കുവാൻ മോശയെ സഹായിക്കുകയാണ്. ദൈവത്തിനും ജനത്തിനുമിടയിൽ സ്നേഹത്തിൻ്റെ ഉടമ്പടിയായ 10 കൽപ്പനകൾ സ്ഥാപിക്കുവാൻ ഉപകരണമാകുന്ന മോശയെ നമുക്ക് കാണാൻ സാധിക്കും. തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കുതകും വിധം വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകാൻ ദൈവം ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-26 ജെത്രോ, മോശയുടെ അമ്മായിയപ്പൻ, മോശയ്ക്കൊരു ഉപദേശം നൽകുന്നുണ്ട്. നീ ഇങ്ങനെ നീയും വിഷമിക്കും, ജനങ്ങളും വിഷമിക്കും. പകരം നീ കൂടുതൽ നേതാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി അവരെ ജനത്തെ നയിക്കുവാൻ നിയോഗിക്കുക എന്നുള്ള ഒരു വ്യക്തമായ ഉപദേശം അത് മോശ ജെത്രോയിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാനാൻ ദേശത്തേക്ക് നയിച്ചെങ്കിലും മോശയ്ക്ക് അവിടെ പ്രവേശിക്കാനായില്ല. ഇതിൽ നിന്നും വ്യക്തമാണ് തനിക്കെന്ത് കിട്ടും എന്ന ചോദ്യം ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും കേൾക്കേണ്ടി വരാൻ പാടില്ല. മോശ അകലങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്ന കാനാൻ ദേശം അത് വളരെ നമുക്ക് തന്നെ ഒരു വലിയ സങ്കടത്തിൻ്റെ, നമ്മൾക്ക് തന്നെ വിഷമം തോന്നിപ്പോകുന്ന ഒരു അനുഭവമാണ്. അത്രയും നാൾ നയിച്ചിട്ട് ഒരാൾക്ക് അതിൻ്റെ വ്യക്തമായ ലക്ഷ്യത്തിൻ്റെ അരികത്തേക്ക് എത്തുമ്പോൾ പോലും ആ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ മറ്റൊരാൾ ആ നേതൃത്വം ഏറ്റെടുക്കുന്നു, ജോഷുവ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇത്
വ്യക്തമാണ്. ഇതിൽ നിന്നും പ്രവാചക നേതൃത്വം എങ്ങനെ, എവിടെ, എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മ ചെയ്തതിന് എന്ത് നമുക്ക് കിട്ടും എന്നുള്ളതല്ല ഇവിടെ പ്രസക്തം. നീ ദൈവത്തെ അനുസരിക്കുന്നവനായി മാറുക. നിന്റെ അധികാരം ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളത് ശുശ്രൂഷക്കായണമെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം. പ്രിയമക്കളെ, യുവജനങ്ങളും പ്രവാചക നേതൃത്വവും എന്ന പാഠത്തിലൂടെ ഇതുവരെ നമ്മുടെ സമൂഹത്തിൽ പ്രകടമാകുന്ന നേതൃത്വ ശൈലികളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ടെലമാക്കൂസിന്റെ ചരിത്രത്തിലൂടെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നയാളാണ് യഥാർത്ഥ നേതാവെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു. മോശ എന്ന പ്രവാചക ചൈതന്യമുള്ള നേതാവിനെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇതിൽ നിന്നെല്ലാം നേതൃത്വത്തിന്റെ ചില സവിശേഷതകൾ നമ്മൾ കണ്ടെത്തിയെങ്കിലും പൂർണ്ണതയും വ്യക്തതയും നിറഞ്ഞ നേതാവ് അത് കണ്ടെത്തുവാൻ സാധിക്കുക ഈശോയിലാണ്. ഈശോയിലാണ് യഥാർത്ഥ നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന യേശുവിന്റെ നേതൃത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോവുക. യേശുവിന്റെ നേതൃത്വ ശൈലിയെക്കുറിച്ച്, ആ ശൈലി അനുകരിക്കാവുന്ന ഏറ്റവും വലിയ പാഠമാകുന്ന ആ നേതൃത്വ ശൈലിയിലേക്ക് അത് കണ്ടെത്തുവാനാണ് നമ്മൾ ഇനി ശ്രമിക്കുക. ഉത്തമ നേതാവായ യേശുവിൽ വെളിപ്പെട്ട നേതൃത്വ സവിശേഷതകളെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശുവാകുന്ന നേതാവിന്റെ ദർശനം അത് ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം പിതാവാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസാഹോദര്യം തൻ്റെ ജീവിതം കൊണ്ടും പ്രബോധനം കൊണ്ടും ക്രിസ്തു ഉറപ്പാക്കുന്നതാണ് ഈ ദൈവരാജ്യം. താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന അസ്തമിക്കാത്ത ബോധ്യത്തോടെ അയച്ചവന്റെ ഹിതമന്വേഷിക്കാൻ നിരന്തരം ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന നേതാവാണ് ക്രിസ്തുവെന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ അംഗവിഹീനരായിട്ടുള്ളവരും അതുപോലെ ശിശുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ മനുഷ്യമക്കളിൽ അനാഥരോടും വിധവകളോടും രോഗികളോടും അംഗവിഹീനരോടും പാപികളോടും ചുങ്കക്കാരോടും യേശു കാട്ടിയ സവിശേഷമായ സ്നേഹം ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന, ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്ന, എളിയവരെ ഉയർത്തുന്ന, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്ന, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന നയങ്ങൾ ഈ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകളാണ്. എല്ലാം സൃഷ്ടിച്ചവനായിരുന്നിട്ടും പുൽക്കൂട്ടിൽ പിറന്ന ഈശോ, ആ ദാരിദ്ര്യം, ജീവൻ നഷ്ടപ്പെട്ടവർക്കത് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടും നമുക്കറിയാം, ലാസറിനെ കുഴിമാടത്തിൽ നിന്നും കല്ലറയിൽ നിന്നും ഉയർപ്പിച്ച കർത്താവിനെ, എന്നിട്ടും സ്വന്തം ജീവൻ മറ്റുള്ളവർക്കായി കുരിശിൽ ഹോമിച്ച ത്യാഗോജ്വലമായ ലാളിത്യം, അധികാരം ശുശ്രൂഷിക്കാനാണെന്ന് കാട്ടിക്കൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കാട്ടിയ എളിമ, ഇന്നത്തെ പാപിയിൽ നാളത്തെ പുണ്യവാനെ കണ്ട് പാപം വലിച്ചെറിഞ്ഞ് പാപിയെ ആശ്ലേഷിച്ച കാരുണ്യം, സക്കേവൂസിനെ മാനസാന്തരപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടതാണ്. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ശത്രുവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്ന രമ്യതയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹം ക്രിസ്തു വാഴുന്ന രാജ്യത്തിലെ നിയമമാണ്. കുരിശിൽ കിടന്ന് പോലും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നില്ല. എന്താണ് ഈ ദൈവരാജ്യത്തിലെ നീതി? അതെങ്ങനെയാ? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. ദൈവരാജ്യത്തിൻ്റെ മാർഗം എന്താണ്? വ്യക്തമായ മാർഗം ക്രിസ്തുവിൻ്റെ മുന്നിലുണ്ട്. ദൈവരാജ്യം എന്ന ദർശനം പൂർത്തീകരിക്കാൻ അവിടുന്ന് അവലംബിച്ച മാർഗം കുരിശിൻ്റെതാ, സഹനത്തിൻ്റെ മാർഗം. നോക്കുക,
അനേകം ആളുകളെ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തയക്കുന്ന ഈശോയെ നമുക്ക് കാണാം. യേശുവിൽ സംജാതമായ ഈ രാജ്യം, അവിടുന്ന് പഠിപ്പിച്ച ഈ രാജ്യം, അവിടുന്ന് പ്രബോധനത്തിലൂടെ ശിഷ്യരെ ബോധ്യപ്പെടുത്തിയ ഈ രാജ്യം എക്കാലവും എല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടി അവിടുന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് ആത്മാവിൻ്റെ ശക്തി നിറച്ച് അവിടുത്തെ അധികാരത്തോടെ അയക്കുന്ന യേശുവിനെ കാണാൻ നമുക്ക് സാധിക്കും. ഇതാ യേശുവാകുന്ന ഉത്തമ നേതാവിൻ്റെ നേതൃത്വ സവിശേഷത. ഈ നേതൃത്വ സവിശേഷതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതനായിട്ട് ഈ ലോകത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിൽ എല്ലാം നമ്മൾ നമ്മുടെ സാക്ഷി ജീവിതം കൊണ്ട് കാണിച്ചു തരേണ്ടത്. പ്രിയമുള്ള മക്കളെ, യേശുവിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച് തങ്ങളുടെ ജീവിത ശൈലി, തങ്ങളുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന 2 പേരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 2 പേരും യുവജന സംഘടനാ നേതാക്കളാണ്. അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ മഹാധ്യാപകരെ, തങ്ങളുടെ യുവത്വം കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഉപകാരപ്രദമാക്കിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷി നൽകുന്ന 2 യുവ സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. എൻ്റെ പേര് ഡിനോയ് ജോൺ. ഞാൻ KCY വരാപ്പുഴ വൈസ് പ്രസിഡന്റ്. എൻ്റെ പേര് ഹൈന ഇബ്ബിൻ. ഞാൻ KCYM ISB യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. പ്രിയപ്പെട്ട ഡിനോയ്, ഹൈന, നമുക്ക് ആദ്യം തന്നെ യുവത്വത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ നേതൃത്വത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ പ്രാധാന്യം, ഇതേക്കുറിച്ചൊന്ന് പറയാം. ഒരു മനുഷ്യായുസിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടൊരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. സഭയുടെയാണ് സമൂഹത്തിൻ്റെയാണ് വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് യുവജനങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ അതിന് ഏറ്റവും സഹായകരമാകുന്ന കാര്യങ്ങളിലൊന്നാണ് യുവജന സംഘടനകളും അതിൻ്റെ നേതൃത്വം. തീർച്ചയായും യുവജനങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് സമൂഹത്തിനും സഭയ്ക്കും വളരെയധികം പ്രാധാന്യമായിരിക്കും. ഈ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിലും ഇപ്പോൾ ഈ കൊറോണയുടെ കാലത്ത് മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കിറ്റുകൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വളരെ സജീവമാണ്. അതുപോലെ തന്നെ KCYM വരാപ്പുഴ തിരുപത രക്തദാനത്തിൻ്റെയും അതുപോലെ പെട്രോളിൻ്റെ വിലവർദ്ധനവിനെതിരെയുള്ള സാമൂഹികമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ നിർണായകമായൊരു യുവജന ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഈ ഒരു കാര്യത്തിന് അനേകം യുവജനങ്ങൾ ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതെന്താണ്? അതിനെ വിശ്വാസ പരിശീലന ആ സമയത്ത് തന്നെ ക്രിസ്തുവിനെ അറിയാനും പങ്കുവയ്ക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ പങ്കാളികളാകാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും അത് മതബോധത്തിന് ശേഷവും അത് തുടർന്നിട്ട് പോകാനുള്ള ഒരു രീതിയായിട്ടാണ് ഞങ്ങളൊക്കെ KCYM കാണുന്നത്. യുവാവായി ക്രിസ്തു തന്നെയാണ് അതിനുള്ള പ്രചോദനവും മാതൃകയായിട്ടൊക്കെ ഞങ്ങൾക്ക് നിൽക്കുന്നത്. ഡിനോയ്, ഹൈന, ഈ നമ്മുടെ മുന്നിൽ അനേകം യുവജനങ്ങൾ, യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള കുഞ്ഞുമക്കൾ ഇരിക്കുന്നത്, ഇവരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ക്രിസ്തീയ യുവത്വം എന്നത് തന്നെ ഒരു ദൈവവിളിയാണ്. ക്രിസ്തുവിന്റെ പാദം പിന്തുടർന്ന അനേകം വിശുദ്ധരുടെ മാതൃക നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും ചെറിയ ചെറിയ കഴിവുകളും ഒക്കെ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ ഇതൊക്കെ, ഈ ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും മാറ്റി തീർക്കുവാനൊക്കെ യുവജനങ്ങൾക്ക് സാധിക്കും. അപ്പം അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൈവവും ദൈവവിശ്വാസവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാനും ക്രിസ്തീയ ജീവിതത്തിലായിരിക്കാനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ, ഈ ജീവിതത്തിലൂടെ യുവത്വം കൊണ്ട് ഒരുപിടി നന്മകൾ ഈ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. ആ വിശ്വാസം നാളെ നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരുവാനും നിങ്ങളെല്ലാവരും ആ ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് വിശുദ്ധർ കാണിച്ചു തന്ന വഴികളിലൂടെ സമൂഹ നന്മയ്ക്കായിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും കടന്നു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വരും തലമുറക്കായി അനുഗ്രഹം സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ ഇന്ന് നമുക്ക് മുന്നിൽ വലിയൊരു വെളിയുണ്ട്.
യുവാവായ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധരെ പോലെ ക്രിസ്തുവിന്റെ കരവും പിടിച്ച് മുന്നോട്ട് നയിക്കാനുള്ള ഒരു വിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ജനിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വളർന്ന് വിവാഹം കഴിച്ച് മക്കളെ ജനിപ്പിച്ച് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി മരിച്ചു, ഇതല്ല ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം എന്നത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനുള്ളതാണ് ജീവിതമെന്ന് ഉൾക്കൊള്ളുവാൻ, തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് മുന്നേ കടന്നുപോയ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ അനുകരിക്കാൻ സാധിക്കണം. അതിന് ഈ വിശുദ്ധരുടെ മാതൃക ഉൾക്കൊണ്ട് യേശുവിന് സാക്ഷ്യം നൽകുന്ന ധീര മാതൃകകളായിട്ട് മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം തന്റെ ആത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. കൂദാശകളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ ദൈവത്തിന്റെ ചൈതന്യത്തെ ആളിക്കത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രവാചക നേതൃത്വം എന്ന ഈ പാഠം കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ നിങ്ങളുടെ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതിനായി ഈ വിളി സ്വീകരിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതിന്റെ ഒരു പ്രവർത്തനം എന്നത്, ഞാൻ ഒരു നേതാവായ ഈ പാഠത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക, അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ ഇപ്പോൾ പഠിച്ച യുവജനങ്ങളും പ്രവാചക നേതൃത്വവും എന്ന ഈ പാഠത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു നേതാവായാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, ആ ഒരു ചിന്ത നിങ്ങളുടെ ഉപന്യാസത്തിൽ ഉണ്ടാകണം. അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചെയ്യുവാനായി അനേകം സത്പ്രവൃത്തികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹവാനായ ഈശോയെ, അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും ഈശോയെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ ശക്തരാക്കണമേ. അവിടുത്തെ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.